ത്രേയ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 20-ാം ദിവസമായ ഇന്ന് പൊതുജീവിതത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, കാഴ്ചയാലെ അല്ല വിശ്വാസത്താൽ അത്രയേ നാം നടക്കുന്നത്. ദൈവശക്തിയുടെ സാക്ഷ്യമായി പക്ഷപാതക്കാരൻ സുഖം പ്രാപിച്ച ശേഷം വീട്ടിലേക്ക് നടന്നു. യേശു തമ്പുരാൻ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പഴയ വഴികൾ ഉപേക്ഷിച്ച് വിശ്വാസത്തിൽ നാം നടന്ന് തുടങ്ങും. നമ്മളിപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പഴയ ഭയങ്ങളെയോ സംശയങ്ങളെയോ ചിന്തകളെയോ ഒക്കെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിൽ നാം പുതുക്കപ്പെട്ടിരിക്കുന്നത് എത്രമാത്രം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം മുമ്പോട്ട് സഞ്ചരിക്കാറുണ്ട് എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം. നാം നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ എല്ലാ ചിന്തകളെയും ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് നമ്മുടെ പഴയ വഴികളെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൽ നടക്കുവാനായിട്ടും അത് നമുക്ക് പുതിയ ജീവിതം നമുക്ക് നേടിത്തരുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കാം.